കുറച്ച് നാളായി പെട്ടെന്ന് മുടി കൊഴിച്ചിൽ വല്ലാതെ കൂടിയിട്ടുണ്ടോ? കുളിക്കുമ്പോൾ കൈ നിറയെ മുടി, ഷാമ്പൂ ചെയ്യുമ്പോൾ ഡ്രെയിൻ മുഴുവൻ ഹെയർ, ചീകുമ്പോൾ കോമ്പിൽ പതിവിലും കൂടുതൽ മുടി, രാവിലെ പില്ലോലും ഹെയർ, ഒരു പ്രത്യേക ഭാഗത്ത് നിന്നല്ല തല മുഴുവൻ ഒരുപോലെ മുടി കൊഴിയുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് എക്സസീവ് ഹെയർ ഫോൾ തുടങ്ങുന്നതിന് ഒരു കാരണം ടീലജൻ എഫ്ലൂവിയം എന്ന അവസ്ഥയാണ്. എന്താണ് ടീലജൻ എഫ്ലൂവിയം? എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? മുടി തിരികെ വളരുന്നു. പറഞ്ഞു തരാം. ടീലജൻ എഫ്ലൂവിയം എന്നത് പെട്ടെന്ന് ഹെയർ ഷെഡിങ് കൂടുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ ശരീരത്തിന് വലിയൊരു ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷൻ സ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിൽ സാധാരണയേക്കാൾ കൂടുതൽ ഹെയർസ് റെസ്റ്റിംഗ് ഫേസിലേക്ക് മാറുകയും തുടർന്ന് മുടികൊഴിച്ചിൽ കൂടുകയും ചെയ്യാം. ഉദാഹരണത്തിന് ഹൈ ഫീവർ അല്ലെങ്കിൽ വലിയ ഇൻഫെക്ഷൻ, സർജറി, ഡെലിവറി, വലിയ ഇമോഷണൽ സ്ട്രെസ്, ക്രാഷ് ഡയറ്റ്, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് എന്നിവയ്ക്ക് ശേഷം ടീലോജൻ എഫ്ലൂവിയം വരാം. അതുപോലെ അയൺ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് പ്രോബ്ലംസ്, പ്രോട്ടീൻ അല്ലെങ്കിൽ മറ്റ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ്, ചില മെഡിസിൻസ് ചിലരിൽ ട്രിഗർ ആക്കാം. ട്രിഗർ ഉണ്ടായ ഉടനെ ഹെയർ ഫാൾ തുടങ്ങണമെന്നില്ല. ഉദാഹരണത്തിന് 2-3 മാസം മുമ്പ് വലിയൊരു ഫീവർ വന്നു, കുറച്ച് ദിവസത്തിൽ പൂർണ്ണമായി സുഖമായി. പക്ഷേ ഇപ്പോഴാണ് പെട്ടെന്ന് ഹെയർ ഫോൾ കൂടുന്നത്. അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കാം കൈ നിറയെ ഹെയർ കൊഴിയാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന പേഷ്യൻസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്, ഹെയർ ഫോൾ തുടങ്ങുന്നതിന് 2 മുതൽ 3 മാസം മുമ്പ് നിങ്ങളുടെ ഹെൽത്തിൽ വലിയ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരുന്നു എന്നത്. ടീലോജൻ എഫ്ലൂവിയത്തിന് സാധാരണ ഒരു പാച്ചിൽ മാത്രം മുടി പോകുന്നതിന് പകരം തല മുഴുവൻ ഹെയർ ഫോൾ കൂടുകയും ഹെയർ വോളിയം കുറഞ്ഞതുപോലെ തോന്നുകയും ചെയ്യാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഈ പോയ മുടി തിരികെ വരുമോ? പലരിലും ട്രിഗർ ടെമ്പററി ആയിരിക്കുകയും അത് ശരിയാകുകയും ചെയ്താൽ ഹെയർ ഷെഡിങ് കുറയുകയും ഹെയർ ഗ്രോത്ത് തിരികെ വരികയും ചെയ്യാം. പക്ഷേ ഇതിന് സമയമെടുക്കാം. അതുകൊണ്ട് ശരിയായ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും പ്രധാനമാണ്. ടീലോജൻ എഫ്ലൂവിയം ആണോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹെയർ ലോസ് ആണോ എന്ന് ആദ്യം തിരിച്ചറിയണം. അതിനുശേഷം ട്രിഗർ കണ്ടെത്തി അയൺ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് പ്രോബ്ലംസ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പോലുള്ള ട്രീറ്റ് ചെയ്യേണ്ട കാരണമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. കാരണം ട്രിഗർ തുടരുന്നുണ്ടെങ്കിൽ ഹെയർ ഫാളും തുടരും. ശരിയായ കാരണം കണ്ടെത്തി അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും ഹെൽത്തി ഹെയർ ഗ്രോത്ത് തിരികെ കൊണ്ടുവരാനും പ്രധാനം. നിങ്ങളുടെ ഹെയർ ഫോൾ തുടങ്ങുന്നതിന് 2 മുതൽ 3 മാസം മുമ്പ് ഫീവർ, സ്ട്രെസ്, വെയിറ്റ് ലോസ്, ഡെലിവറി പോലുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കമന്റ് ചെയ്യൂ. ടീലോജൻ എഫ്ലൂവിയം മാറ്റിയെടുക്കാൻ എന്തൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ആ വീഡിയോ കാണാൻ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും. പെട്ടെന്ന് ഹെയർ ഫോൾ കൂടിയ ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും.